ആകാശത്ത് പോയി ഗാലക്സി കാണാൻ പറ്റിയില്ലെങ്കിൽ എന്താ, നമുക്ക് വീട്ടിൽ ഗാലക്സി കണ്ടാലോ. ഇത് വരുന്നത് വരെ എനിക്കറിയത്തില്ലായിരുന്നു ഇതിനകത്തൊരു റോബോട്ടാണെന്ന്. പക്ഷെ പുറത്തെ പടം കണ്ടപ്പോഴും എനിക്ക് വലിയ ഉറപ്പില്ല. അപ്പം തുറക്കും തോറും റോബോട്ട് ഉണ്ടായിരുന്നു, ലൈറ്റ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇതിനകത്ത് റിമോട്ട് ഉണ്ടായിരുന്നു. അപ്പം ഇതൊന്നും ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ഞാൻ ആ തന്നിട്ടുള്ള പേപ്പറൊന്ന് അതിഘാതമായി ഇരുന്ന് പഠിച്ചിട്ട് നമ്മൾ ഈ കുഞ്ഞിനെ നമുക്കൊരു ചന്ദ്രൻ്റെ ഉപരിതലം ഇതിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു, അതിലോട്ട് അങ്ങ് കാലുറപ്പിച്ച് വെച്ചപ്പം ആശാൻ നല്ല സ്റ്റഡി ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല, ഇനി അങ്ങ് ഓണാക്കിയാൽ മതി എന്നുള്ള രീതിക്കായി. അങ്ങനെ ഞാൻ പേപ്പറൊക്കെ വലിച്ചിളക്കി അവനെ അങ്ങ് ഓണാക്കിയപ്പോൾ ഗായ്സ്, മൊമെൻ്റ് ഓഫ് ട്രൂത്ത് എന്നൊക്കെ പറയണോ എനിക്കറിഞ്ഞൂടാ. ഞാനങ്ങ് അലിഞ്ഞു പോയി, ഏതോ ഒരു ഗാലക്സി ലോകത്തായിപ്പോയി. അപ്പോൾ ഇത് റൂം ഫുള്ളായിട്ട് നമുക്ക് നല്ല വെട്ടത്തിലിടാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി ഇട്ടുകൊണ്ട് കിടന്ന് ഉറങ്ങാമോ എന്ന് എനിക്കറിയത്തില്ല. കുറച്ച് ഹീറ്റിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഡയറക്റ്റായിട്ട് നമ്മൾ കണ്ണ് ഈ ലേസറിലോട്ട് നോക്കരുതെന്ന്. അപ്പം ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഗൈസ്. ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ, ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്ന പോലെ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും നമുക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാം. അപ്പം ടാറ്റ, ബൈ ബൈ, സീ യു.